ഈ ജൂലൈ ഫസ്റ്റ് സൺഡേ ദൈവവചനവുമായി ഈ ഒരു വിശുദ്ധ ദിവസത്തിൽ ഈ ദേവാലയത്തിൽ വന്ന് നിൽക്കാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു. അതിനെങ്കിലും ഒരു അവസരം തന്ന അച്ഛനോടുള്ള നന്ദി ഞാൻ ആദ്യം രേഖപ്പെടുത്തട്ടെ. അപ്പോൾ ഇന്ന് ദശാംശ ഞായർ ചൈത്ത് സൺഡേ. അപ്പം നമ്മുടെ ആ ഒരു ഓഫറിങ്ങിനെ കുറിച്ച് ധ്യാനിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മളിത് വായിച്ചതുപോലെ മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 41 മുതൽ ഉള്ള വാക്യങ്ങളിൽ ആ വിധവയുടെ സമർപ്പണം, വിധവയുടെ ഓഫറിംഗ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ യേശു സ്ത്രീ ഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ധനവാന്മാർ പലരും വളരെ ഇട്ടു. ദരിദ്രയായ ഒരു വിധവ വന്ന് ഒരു പൈസയ്ക്ക് ശരിയായ 2 കാശിട്ടു. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഭണ്ഡാരത്തിൽ ഇട്ട് എല്ലാവരെയും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു, ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്ക് ഉള്ളതൊക്കെയും തന്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് അവരോട് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവാധിപനും സർവശക്തനും അത്യുന്നതനും മരണമില്ലാത്തവനുമായ ഞങ്ങളുടെ അപ്പാ പിതാവേ, ഈ ഒരു ദിവസത്തിൽ ഞങ്ങൾ ഈ ദേവാലയത്തിൽ നിൽക്കാനും ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും ദൈവമേ വീണ്ടും ഒരു അവസരം കിട്ടിയല്ലോ. താങ്ക് യു ഗോഡ് ദാറ്റ് വി ആർ ഇൻ യുവർ വേക്കപ്പ് ലിസ്റ്റ്. കർത്താവെ, ഒരു പ്രഭാതം കൂടി കാണാനായിട്ട് സാധിച്ചല്ലോ. മഹാകരുണയുള്ള ദൈവമേ, ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. കർത്താവെ, ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിന്റെ ഒക്കെ കസ്റ്റോഡിയൻ, കെയർ ടേക്കർ മാത്രമാണ് ഞങ്ങൾ. കർത്താവെ, ഓരോ നിമിഷവും സ്തുതിയും ആരാധനയും മഹത്വവും എല്ലാം ദൈവത്തിന് കൊടുത്തുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് നയിക്കാൻ സാധിക്കണേ. എല്ലാം യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. അപ്പോൾ ഇതില് ഈ വിധവയുടെ ഓഫറിംഗില് ശരിക്കും നമ്മൾ ഒന്ന് ഈ ഒരു വചന ഭാഗം ധ്യാനിക്കുമ്പോൾ മർക്കോസ്, അതായത് 4 ഗോസ്പൽസ്, മാത്യു, മാർക്ക്, ലൂക്ക്, ജോണില് നമ്മൾ മനസ്സിലാകുന്നു മർക്കോസിന്റെ ഗോസ്പലാണ് ഏറ്റവും ഷോർട്ടസ്റ്റ്. അത് മാത്രമല്ല, മാർക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്നത് മോർ ഓൺ ദി ആക്ഷൻസ്, പ്രവൃത്തികൾ, മോർ ദാൻ ദ ടീച്ചിങ്സ് ഓഫ് ജീസസ്. അപ്പൊ അതില് ഈ ഒരു ബ്യൂട്ടിഫുൾ പാസേജ്, അതായത് നമ്മുടെ സമർപ്പണത്തിന്റെ ഓഫറിംഗിന്റെ. അപ്പോൾ നമ്മൾ അന്നത്തെ ഒരു കാലഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ ജെറുസലേം ദേവാലയത്തിലെ ഭണ്ഡാരം എന്ന് പറയുമ്പോൾ കാഹളത്തിന്റെ ഒരു ആകൃതിയിലാണ്. അപ്പോൾ ഒരുപാട് പേര് വന്ന് അവരുടെ സമർപ്പണം ദൈവം മുൻപാകെ സമർപ്പിക്കുമ്പോൾ അതിലോട്ട് ഇങ്ങനെ എറിയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു ക്ലാക്ക് ഒരു സൗണ്ടോടുകൂടി. അപ്പോൾ ഇതില് ഈ വിധവ എന്ന് പറയുന്നത് അവര് കൊടുത്തത് അവരുടെ എല്ലാമാണ്. അതൊരു ഇൻകമ്പയറബിൾ ആയിട്ടുള്ള ഓഫറിംഗ് ആണ് ഒന്ന്. അപ്പോ ഈ വിധവ അവർക്ക് ഉള്ളതെല്ലാം കൊടുത്തപ്പോൾ ലോകമല്ല കണ്ടത്, കർത്താവാണ് കണ്ടത്. അതാണ് നമ്പർ 1 ഇന്നത്തെ ഒരു ചിന്ത. നമ്മുടെ ഓഫറിങ്ങും നമ്മുടെ സമർപ്പണവും ഒക്കെ എങ്ങനെയുള്ളതാണ് എന്നുള്ളത് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യേണ്ട, പരിശോധിക്കേണ്ട ഒരു സമയമാണ്. കാരണം നമ്മളെല്ലാവരും ദൈവത്തിന് നൽകുന്നുണ്ട്, പക്ഷെ അതിന്റെ പിന്നിലുള്ള ആറ്റിറ്റ്യൂഡാണ് ദൈവം വിലയിടുന്നത്. നമ്മൾ എങ്ങനെയാണ്, നമ്മൾ സങ്കടത്തോടും നിർബന്ധത്തോടും കൂടിയാണോ കൊടുക്കുന്നത്? കാരണം നമ്മൾ എത്ര വിതയ്ക്കുന്നു. ഈ കൊരിന്ത്യൻസില് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 9 വേഴ്സ് 6 ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുകയും അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാണ്. നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. കണ്ടോ, ഇതിൽ പറയുന്നുണ്ട് 2 കൊരിന്ത്യൻസില് സങ്കടത്തോടെയും കൊടുക്കരുത്, നിർബന്ധത്താലും അരുത്. അപ്പൊ രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഈ ഗിവിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അൺകണ്ടീഷണൽ ആയിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ടെക്നോളജിയിലും ഒക്കെ വളരെയധികം മുൻപന്തിയിലാണെങ്കിലും കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ വന്ദേ ഭാരത് ട്രെയിനിൽ വരുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ട്രെയിനിലുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയായിരുന്നു
ശുഭാംശു ശുക്ലയായിട്ട് ആശയവിനിമയം, അതായത് ഒരു ഹാം റേഡിയോ വഴി അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അവരുടെ മകൾക്ക്. അപ്പോൾ അങ്ങനെ ട്രിവാൻഡ്രം PSSCയിൽ ആ ആശയവിനിമയം നടത്തിയിട്ട് മടങ്ങി വരികയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബഹിരാകാശം വരെ ആശയവിനിമയം ഒക്കെ നടത്തുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പരസ്പരം ഭൂമിയിലുള്ളവർ തന്നെ മുഖത്തോട് മുഖം നോക്കി സ്നേഹത്തോടും ഒരു കരുണയോടുകൂടി ഒക്കെ കൈൻഡ്നെസ്സോടുകൂടിയൊക്കെ സംസാരിക്കുന്നുണ്ടോ? കാരണം അതിവേഗം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നമുക്ക് എത്രമാത്രം നന്മയും നീതിയും ഒക്കെ പുലർത്താൻ സാധിക്കുന്നുണ്ട് എന്നുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഇന്ന് നമ്മൾ ലോകത്ത് നമ്മൾ പത്രമൊക്കെ വായിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് മനസ്സിലാവും നന്മയെക്കാട്ടിൽ കൂടുതൽ തിന്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പൊ അതിന് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ബൈബിളിൽ തന്നെ നോക്കുകയാണെങ്കിൽ നന്മയുടെ തല ഒരു തളികയിലാക്കി കൊണ്ടുവരാനാണ് ശലോമി ആവശ്യപ്പെട്ടത്, അതായത് സ്നാപക യോഗത്തിന്റെ തല. അതുപോലെ തന്നെ ഹെറോദ് രാജാവിന്റെ ഭാര്യ മക്കളെ തെറ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു അമ്മയാണ്. അങ്ങനെയും നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നു. അതായത് മക്കളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന അമ്മമാർ. അതുപോലെ തന്നെ ധൂർത്തപുത്രന്മാരും ധൂർത്തപുത്രിമാരുടെ ഒക്കെ എണ്ണം കൂടി വരുന്ന ഒരു കാലഘട്ടം. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് എലീശയെക്കാട്ടിലും ഗേഹസിയാണ് എന്തുകൊണ്ട് റോൾ മോഡൽ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അതുപോലെ പൊത്തിഫറിന്റെ ഭാര്യയുടെ പ്രലോഭനം അത് ചെറുത്തു നിൽക്കാൻ സാധിക്കുന്ന ജോസഫിനെ പോലെയുള്ളവരുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടം. എന്ന് മാത്രമല്ല, നമ്മുടെ നിലപാടുകൾ നോക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഒരു ഒബ്സർവേഷൻ മനസ്സിലാക്കുന്നത്, നമ്മൾ വേട്ടക്കാരന്റെ കൂടെ സഞ്ചരിക്കുകയും ഇരയുടെ കൂടെ സഹതപിക്കുകയും ചെയ്യുന്നവർ. അതായത് നമ്മളിപ്പോൾ നമ്മുടെ മക്കളോട് പറയുന്ന പോലെ പാമ്പിനെയൊക്കെ തിന്നുന്ന രാജ്യത്തിൽ പോവുകയാണെങ്കിൽ പാമ്പിന്റെ ആ നടുകഷ്ണം കഴിക്കണം. അതായത് നമുക്ക് ആരെയും പരിക്കേൽപ്പിക്കാതെ നമുക്ക് കാര്യങ്ങൾ നടക്കണം. എല്ലാവരും ശരിയാണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം, നമുക്ക് ഒരു ഉറച്ച നിലപാടുകൾ ഇല്ലാത്ത ഒരു കാലം. അതായത് നമുക്ക് ബൈബിളിൽ തന്നെ നോക്കുകയാണെങ്കിൽ പീലാത്തോസിന് അറിയാമായിരുന്നു യേശു നീതിമാനായിരുന്നു. പക്ഷെ ലോകത്തെ സന്തോഷിപ്പിക്കാനും തന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് അങ്ങനെ ഒരു ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു വിധി പീലാത്തോസ് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള രണ്ട് സൈഡിലും നിൽക്കുന്ന ഒരു ലോകത്തെ, വ്യക്തിത്വം നഷ്ടപ്പെട്ട ഒരു ലോകത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇതില് ഈ വിധവയുടെ ഓഫറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ ചോദിച്ചാൽ, നമ്മൾ ഇന്ന് ഈ ദേവാലയത്തിൽ വരുമ്പോൾ നമ്മുടെ മനസ്സും ആത്മാവും ഹൃദയവും ഒക്കെ ദൈവത്തിന് സമർപ്പിക്കണം. നമ്മളിങ്ങനെ കൈകൾ മടക്കി പിടിച്ചാൽ നമുക്കൊന്നും റിസീവ് ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മളത് ഓപ്പൺ ചെയ്താൽ മാത്രമേ, കണ്ണും കാതും ഹൃദയവും ഒക്കെ തുറന്നു വെച്ചാൽ മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നുള്ളൂ. വേറെ ഒരു ചിന്ത ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണെങ്കിൽ, നമ്മൾ എങ്ങനെയാണ് ഈ ഭൂമിയിലോട്ട് വന്നത്? നമ്മൾ ഈ ഭൂമിയിൽ വന്നത് തിയോളജി അല്ല, ഗൈനക്കോളജി നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കും. നമ്മൾ തല കുത്തി അല്ലെ, തല കീഴായല്ലേ ഭൂമിയിൽ വരുന്നത്. നമ്മൾ മരിക്കുമ്പോഴോ തല ചായച്ച് നമ്മൾ പോകുന്നു. അതിന്റെ ഇടയിൽ നമുക്കിങ്ങനെ തല ഉയർത്തി നിൽക്കാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവത്തിന്റെ കൃപ മാത്രമാണ്. നമുക്ക് ഒന്നിനും യോഗ്യതയില്ല. അപ്പോൾ ഇതെല്ലാം ഒരു അയോഗ്യരായിട്ടുള്ള നമുക്ക് എലിജിബിൾ അല്ലാത്ത നമുക്ക് ഇതെല്ലാം ദൈവത്തിന്റെ കൃപയും ദാനവുമാണ്. ഒന്നുകൊണ്ടും നമുക്ക് അഹങ്കരിക്കാനില്ല. അതുപോലെ തന്നെ നമ്മുടെ ഓരോ കാഴ്ചപ്പാടിലും ചിന്തയിലുമൊക്കെ നമ്മൾ ദൈവത്തിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, അതായത് പരസ്യ പാപികളാണോ രഹസ്യ പാപികളാണോ ദൈവത്തിന്റെ മുഖം വികൃതമാക്കിയത്? പരസ്യഭാവികൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരും അറിയുന്ന പോലെ, പക്ഷെ രഹസ്യഭാവികൾ നമ്മുടെ ചിന്തയിലും മനസ്സിലും ഒക്കെ തെറ്റുകൾ ചെയ്യുന്നത്. പുറമേ നോക്കുമ്പോൾ നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടില്ല, പക്ഷെ പലപ്പോഴും ഇപ്പോൾ പീലാത്തോസിനെ പോലുള്ള വ്യക്തികൾ, ഇതിപ്പോൾ ലോകം വാഴ്ത്തുന്ന പല വ്യക്തികളും ഭരണാധികാരികളും ഒക്കെ they have won the external battles but they have lost to the inner conscience. മനസ്സാക്ഷിയോട് തോറ്റ് ലോകത്തിനെ ഒക്കെ സന്തോഷിപ്പിക്കാനൊക്കെ വളരെ തെറ്റായിട്ടുള്ള നിലപാടുകൾ എടുത്തവരാണ്. അപ്പൊ ദൈവത്തിന്റെ മുഖം വികൃതമാക്കിയത് വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നുള്ള ചോദ്യത്തിന് തീർച്ചയായിട്ടും വിശ്വാസിയാണ്. കാരണം നമ്മുടെ ഓരോ പ്രവർത്തനത്തിലും നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളിലും ദൈവത്തിന് മഹത്വപ്പെടുത്തി
ആ ചെറിയ കാര്യത്തിൽ പോലും നമ്മൾ സിൻസിയറിറ്റി, സത്യസന്ധത, ആത്മാർത്ഥത, തീക്ഷ്ണത, നീതി ഒക്കെ പുലർത്തുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നതും നമ്മുടെ തടസ്സങ്ങൾ നീങ്ങി പോകുന്നതും. ഇപ്പോ ഒരു പള്ളി പണിയാനായിട്ട് കല്ല് ചുമക്കുന്ന ഒരു വൃദ്ധ പറയുകയാണ്, ഞാൻ ഒരു കത്തീഡ്രൽ പണിയുകയാണ്. കല്ല് ചുമക്കുന്ന ഒരു വൃദ്ധ പള്ളി പണിയാനായിട്ട്. കാരണം അത്രയും ആത്മാർത്ഥത അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് സമർപ്പിച്ചാണ് ആ വൃദ്ധ തന്നെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ശരിക്കും കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾക്ക് പലപ്പോഴും കുറ്റബോധവും നിരാശയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ നമ്മളെ വേട്ടയാടുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെയൊക്കെ പോംവഴി ദൈവം തരും. പിന്നെ ഞാനിപ്പോൾ ഒരു മനസ്സിൽ നമ്മളൊരു മെന്റൽ കാൽക്കുലേറ്റർ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാം ദൈവത്തിൻ്റെ ദാനവും കൃപയാണെന്ന് മനസ്സിലാക്കാനായിട്ട് വിശുദ്ധ ബൈബിളിലെ മോശ എടുക്കുകയാണെങ്കിൽ മോശ മൈനസ് ദൈവകൃപ എന്ന് പറയുന്നത് ഒരു വിക്കലായിരുന്നു. അതുപോലെ തന്നെ പത്രോസ് മൈനസ് ദൈവകൃപ ആരായിരുന്നു? മുക്കുവരായിരുന്നു. അതുപോലെ തന്നെ ദാവീദ് മൈനസ് ദൈവകൃപയോ ആട്ടിലയോ, പൗലോസ് മൈനസ് ദൈവകൃപയോ ഒരു ഗുണ്ട, അല്ലെ? ഇനി നമ്മുടെ പേര് അതിൽ നിന്ന് ചേർത്തോണ്ട് നമ്മൾ മൈനസ് ദൈവകൃപ എന്തായിരിക്കും തോന്നുന്നത്. അപ്പോൾ ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. നമ്മളിവിടെ നിൽക്കുന്നതും ഓരോ നിമിഷവും നമ്മൾ ദൈവത്തെ സമർപ്പിച്ചതുകൊണ്ട് നമ്മൾക്ക് കൂടുതലും ഞാൻ പറയുകയാണെങ്കിൽ മരണഭയമല്ല വേണ്ടത്, മരണബോധമാണ്. നമ്മൾ ശരിക്കും ഈ ഒരു ഭൂമിയിൽ ഇവിടുന്ന് മടങ്ങി പോകാൻ തന്നെ തയ്യാറായിട്ട് ശരിക്കും ബാഗ് പാക്ക് ചെയ്ത് ഇരിക്കണം എന്നുള്ള ചിന്ത നമുക്ക് വേണം. കാരണം ഈ വിധവയുടെ ആ ഒരു സമർപ്പണത്തിൽ നമുക്ക് മനസ്സിലാവും വിധവ ജീവിതത്തിന്റെ നശ്വരത, ആ ഒരു നശ്വരത മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ തനിക്കുള്ളതെല്ലാം പൂർണ്ണ മനസ്സോടുകൂടി ആത്മാവോടുകൂടി സമർപ്പിച്ചു. ഇതിലെ പ്രധാനമായിട്ട് 3 ചിന്തകളാണ് വരുന്നത്. അതായത് ഒന്നാമത്തെ ചിന്ത, നമ്മൾ കൊടുക്കുമ്പോൾ കർത്താവ് കാണുന്നു, ലോകമല്ല കാണുന്നത്, കർത്താവാണ് കാണുന്നത്. പിന്നെ രണ്ടാമതായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. നിർബന്ധത്തോടുകൂടി, ദുഃഖത്തോടുകൂടി, സമ്മർദ്ദത്തോടു കൂടി അല്ല നമ്മൾ കൊടുക്കേണ്ടത്, സന്തോഷത്തോടു കൂടി നമുക്ക് ഉള്ളത് കൊടുക്കണം. പിന്നെ ഈ ഒരു ഗിവിംഗ് എന്ന് പറയുന്നത് തന്നെ മൂന്നാമത്തെ ചിന്ത, എവ്രി ഗുഡ് ആക്ട് ഇസ് കണ്ടാമിനേറ്റഡ് ബൈ പ്രൈഡ് ആൻഡ് ദ വിഷ്ഡ് ഡിസയർ ഫോർ റിവാർഡ്. അതായത് ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ പള്ളിക്ക് ഒരു കൊടിമരം കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ ആ വഴി ഏതെങ്കിലും ഒരു സുഹൃത്ത് കടന്നു പോവുകയാണെങ്കിൽ നമ്മൾ പറയുക, അതെ ഒന്നിന് പറഞ്ഞേ ആ കൊടിമരം കണ്ടല്ലോ അല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ കണ്ടു, ഞാൻ കൊടുത്തതാണ്, എങ്ങനെയുണ്ട്? അപ്പോൾ ഞാൻ കൊടുത്തതാ, എങ്ങനെയുണ്ടത്? ഓ നന്നായിട്ടുണ്ട്. അതാണ് പിന്നെ എൻ്റെ ഒരു സമർപ്പണം. അപ്പോൾ ആ ഒരു നമുക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ നമ്മുടെ ഒരു അടയാളം അതിൽ പെടുത്താം. ഇനി അഥവാ നമ്മുടെ പേര് അനൗൺസ് ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് ഇനി അതും ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ കൊടുത്തത് എന്തുകൊണ്ട് അത് അനൗൺസ് ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെ ഇനി നമ്മുടെ ആരെങ്കിലും ഇപ്പൊ ഉദാഹരണത്തിന് അച്ഛൻ തന്നെ നമ്മൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പറയാം, കണ്ടോ കൊടിമരം കൊടുത്തിട്ട് അച്ഛനെ തിരിഞ്ഞു കൊടുക്കും. ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും മനസ്സിൽ ആരാണെങ്കിലും പറഞ്ഞു പോകുന്ന ചിന്തകളാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, എവ്രി ഗുഡ് ആക്ഷൻ ഇസ് കണ്ടാമിനേറ്റഡ് ബൈ പ്രൈഡ് ആൻഡ് ദ ഡിസയർ ഫോർ റിവാർഡ്. പ്രതിഫലം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൊടുത്തിട്ട് കാര്യം. പിന്നെ മറ്റു പല ചാരിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പൈസ കൊണ്ട് ചാരിറ്റി ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ അധ്വാനിച്ചതും ഒക്കെ നമ്മൾ പൂർണ്ണ സമർപ്പണം, നമ്മൾ പൂർണ്ണ ആത്മാവോട് കൂടി മനസ്സോടുകൂടി കൊടുക്കുമ്പോഴാണ് അതൊരു ബ്ലെസ്സിംഗ് ആവുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലോക ജീവിതത്തിൽ ജീവിക്കാനായിട്ട് ഞാൻ മനസ്സിലാക്കിയ 2 സത്യങ്ങൾ എന്താ ചോദിച്ചാൽ, നമ്മുടെ ഈഗോ നമ്മൾ കളഞ്ഞാൽ തന്നെ, ഉപേക്ഷിച്ചാൽ തന്നെ നമ്മൾ വിജയിച്ചു. മറ്റുള്ളവരെ കാണാനും സ്വീകരിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ അതിന് ഒരു ഉദാഹരണമായിട്ട് ഞാൻ വായിച്ചൊരു കുഞ്ഞു കഥയാണ്. ഒരു ശില്പി മരണത്തെ ഭയപ്പെട്ട് ശില്പിയെ പോലെ ഒരു 10 ശില്പങ്ങൾ ഐഡന്റിക്കലായിട്ട് ഉണ്ടാക്കിയിരിക്കും. ഈ മരണദൂതൻ വരുമ്പോൾ ശില്പി ഏതാണെന്ന് മനസ്സിലാക്കാതെ പതച്ചു നിൽക്കും. അപ്പോൾ പല രീതിയിൽ ചിരിപ്പിച്ചും ഇങ്ങനെ തൂവൽ വെച്ചൊക്കെ വീട്ടിലാക്കിയും ഒക്കെ പല രീതിയിൽ നോക്കിയിട്ട് ഒരു ശില്പവും അനങ്ങാതെ, ഒരു ശില്പി ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ ആശയക്കുഴപ്പത്തിൽ ഇരിക്കുന്ന സമയത്ത് ഈ മരണദൂതന് ഒരു ഐഡിയ കിട്ടി. അദ്ദേഹം ചെന്ന് പറയാണ്, എന്തായാലും ഇതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും, അത് ഉറപ്പാണ്.
അങ്ങനെ പെർഫെക്ഷൻ ഇല്ല, തീർച്ചയായിട്ടും ഒരു മിസ്റ്റേക്ക്, ഒരു അപാകത ഉണ്ട് എന്ന് പറയും. അപ്പോൾ ഉടനെ ആ ശില്പിയുടെ ഈഗോയിലാണ് സ്പർശിച്ചത്. ശില്പി ഉടനെ ചോദിക്കും, എന്ത് അപാകതയാണുള്ളത്? എന്നെ ജയിക്കാനായി, എന്നെ തോൽപ്പിക്കാനായിട്ട് ആരുമില്ല, ഞാനാണ് ഏറ്റവും വലിയ മാസ്റ്റർ പീസ് ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ശില്പി, എന്ത് അപാകതയുള്ളത്? ആ അപാകത ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം അതോടുകൂടി ശില്പി ഏതാണെന്ന് തിരിച്ചറിഞ്ഞു. അപ്പൊ എന്ന് പറയുന്നത് നമ്മുടെ ഈഗോ ആണ് പലപ്പോഴും നമ്മൾക്ക് ദുരന്തത്തിനും നാശത്തിനും കാരണമാകുന്നത്. ഈഗോ നമ്മൾ ഇല്ലാതാക്കി ഒന്ന്. രണ്ടാമത് നമുക്ക് താഴ്മയും വിനയവും മറ്റുള്ളവരെ സ്നേഹിക്കാനൊക്കെ ആർദ്രത, കരുണ, ഒരു എംപത്തറ്റിക്, ഹ്യൂമിലിറ്റി, ദയ, ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിച്ചു. നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ന് ശരിക്കും വളരെ സങ്കടവശാൽ പറയുകയാണെങ്കിൽ കുടുംബ ബന്ധങ്ങളാണ് പിശാച് തകർത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉൽപ്പത്തി മുതൽ നോക്കുകയാണെങ്കിൽ പിശാച് ആദ്യം കയറിയത് ഒരു കുടുംബത്തിലോട്ടാണ്, ആഡം ആൻഡ് ഈവ്. അപ്പോൾ കുടുംബമാണ് ഇന്ന് ശരിക്കും വളരെയധികം സന്തോഷത്തോടു കൂടിയൊക്കെ ആരംഭിച്ച ദാമ്പത്യ ജീവിതം വളരെ നിസ്സാര കാരണത്താൽ പെട്ടെന്ന് ഉപേക്ഷിച്ച് തകർന്നു പോകുന്ന രീതിയിലാണ്. എല്ലാ കൊലപാതകങ്ങളും കുടുംബത്തിലുമാണ് നടക്കുന്നത്. അതായത് നമ്മൾ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇപ്പം അന്യഭാഷ സംസാരിക്കുന്ന കാര്യമില്ല, കുടുംബത്തിൽ അകലങ്ങൾ ഇല്ലാതാക്കുന്ന മനുഷ്യ സ്നേഹത്തിന്റെ ഭാഷയാണ് ഇന്ന് വേണ്ടത്. അപ്പോൾ കുടുംബ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമാവാനും നമ്മുടെ ഒക്കെ ദൈവം വസിക്കുന്നത് സന്തോഷകരമായിട്ട് കുടുംബത്തിലാണ്. അപ്പോൾ കുടുംബ ബന്ധങ്ങൾ ഞാൻ ശരിക്കും നമ്മുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മകൾക്കൊക്കെ പ്രസക്തിയുണ്ട്. കാരണം ഫ്രണ്ട്ഷിപ്പിനെക്കാട്ടും വലിയതാണ് ഫെലോഷിപ്പ്. നമുക്ക് പ്രാർത്ഥിക്കാനും നമുക്ക് ഒരുമിച്ച് ആരാധിക്കാനൊക്കെ ഇതുപോലുള്ള കൂട്ടായ്മകൾ നമുക്ക് ആവശ്യമാണ്. അപ്പൊ കുടുംബ ബന്ധങ്ങൾ ശക്തമാക്കാനും ദൃഢപ്പെടുത്താനും നിസ്സാരമായിട്ടുള്ള ഭിന്നത, വെറുപ്പ്, വൈരാഗ്യം അതൊക്കെ ഉപേക്ഷിച്ച് പരസ്പരം സ്നേഹത്തോടു കൂടി ജീവിക്കാനുമാണ് ഈ ഒരു ഞായറാഴ്ച നമ്മൾ ഒരുമിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. അതും ഒരു ഗിവിംഗാണ്. അപ്പോൾ ഈ ഒരു ഞായറാഴ്ച നമ്മളിപ്പോൾ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാം നമുക്ക് ദൈവത്തിന് ഒരു കണ്ടീഷനും ഇല്ലാതെ അൺഅപ്പോളജറ്റിക് ആയിട്ട് നമുക്ക് ദൈവത്തിൽ സമർപ്പിക്കാം. നമ്മൾക്ക് നമ്മുടെ പൂർവികന്മാര് നമുക്ക് ഇവിടുന്ന് മൺമറന്നു പോയ എല്ലാം നമ്മുടെ അപ്പച്ചനെയും അമ്മച്ചിയും മാതാപിതാക്കളെയും എല്ലാവരെയും ഇപ്പോൾ ഭക്തിപൂർവവും അവർ പകർന്നു തന്ന ആ ഒരു വെളിച്ചവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു നന്മയും വെളിച്ചവും വരുന്ന തലമുറയ്ക്കും ഉത്തരവാദിത്തത്തോടു കൂടി കൈമാറണം. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. ദൈവം യേശുക്രിസ്തു നാഥനായിട്ടുള്ള കുടുംബമായിരിക്കണം. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് എല്ലാ ആരാധനയും സ്തുതിയും മഹത്വവും നമ്മൾ ചെയ്ത ഓരോ പ്രവൃത്തി ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് നസ്രത്തിലെ കുടുംബം പോലെ നമ്മുടെ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടാനും, അതുപോലെ തന്നെ ഇന്നിവിടെ വിഷമത്തോടുകൂടി, ഭാരത്തോടുകൂടി, ദുഃഖത്തോടുകൂടി, എന്തെങ്കിലും വേദനയോടും കൂടിയൊക്കെ വന്നവർക്കൊക്കെ ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അതിനുള്ള വിടുതൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ മുറിവ് ഉണ്ടാക്കുന്നവരെക്കാൾ മുറിവ് ഉണക്കുന്നവരായി മാറുകയും, അതുപോലെ തന്നെ നമ്മുടെ ഞാൻ ഇങ്ങനെ ഒരു ചിന്തയുമുണ്ട്, നമ്മുടെ ക്രിസ്ത്യാനികൾ നമുക്ക് വേഷക്കെട്ടലുകളാണ്. വേഷക്കെട്ടലുകളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ നല്ലൊരു ക്രിസ്ത്യാനിയായി. അപ്പോൾ മറ്റുള്ള കാല് വാരാതെ നമ്മൾ കാല് പിടിക്കാൻ തയ്യാറാവുകയും മറ്റുള്ളവരെ ചെറുതാക്കാതെ ചെറുതാവാൻ തയ്യാറാവുകയും ഒക്കെ ചെയ്താൽ വലിയ അനുഗ്രഹത്തിന്റെ മഴയാണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ദൈവം ഈ ഒരു വിധവയുടെ ആ ഒരു സമർപ്പണത്തിലൂടെ നമ്മളെ തന്നെയാണ് ദൈവം സമർപ്പണത്തിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് നമ്മുടെ സൃഷ്ടാവിന് നമ്മളിന്ന് ആരാധിക്കുമ്പോൾ നമ്മുടെ എല്ലാം നൽകിക്കൊണ്ട് നമുക്ക് ആരാധിച്ച് നന്ദിയുള്ള ഒരു ഹൃദയത്തോടുകൂടി, ബ്ലെസ്സിങ്സ് മൾട്ടിപ്ലൈ when they are shared. അപ്പോൾ നമ്മൾ നന്മയും പോസിറ്റിവിറ്റി, നമ്മുടെ ബ്ലെസ്സിങ്സ് എന്നും തോറും ബി അട്രാക്റ്റ് പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും കുറ്റവും കുറവും മറ്റുള്ളവരെ വിമർശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നെഗറ്റീവാണ് അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭൂമി നമുക്ക് ദൈവം തന്ന മനോഹരമായിട്ടുള്ള ഒരു അവസരമാണ് ഈ ഭൂമിയിലെ നടത്തം. അത് നമ്മൾക്ക് മാത്രമല്ല, നമ്മുടെ ഒപ്പം യാത്ര ചെയ്ത മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമാവാൻ, ഒരു ബ്ലെസ്സിങ് ആവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ വിധവയുടെ അർപ്പണത്തിലൂടെ നമുക്ക് നമ്മളെ തന്നെ ദൈവം മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു കുർബാനയ്ക്കായിട്ട് ഒരുങ്ങാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു.